തൂതപ്പുഴയ്ക്ക് കുറുകെ ആലിപ്പറമ്പ് കാളിക്കടവിൽ പാലം നിർമ്മാണത്തിനുള്ള നടപടികൾ തുടങ്ങി. 2019-2020 ബജറ്റിൽ കാളിക്കടവിൽ പാലം പ്രഖ്യാപിച്ചിരുന്നു. പെരിന്തൽമണ്ണ മണ്ഡലം നവകേരള സദസ്സിൽ കാളിക്കടവ് പാലം ആക്ഷൻ കമ്മിറ്റി നിവേദനം നൽകിയതിൻ്റെ ഫലമായി വർഷങ്ങൾക്കിപ്പുറം പാലം നിർമ്മാണത്തിൻ്റെ തുടർ നടപടിയിലേക്ക് പോവുകയാണ്. ആലിപ്പറമ്പിൽ തൂതപ്പുഴയ്ക്ക് കുറുകെ മണ്ണാത്തിക്കടവിലും കാളിക്കടവിലും പാലം വേണമെന്നത് ഇരു പ്രദേശത്തുകാരുടെയും ആവശ്യമായിരുന്നു. മണ്ണാത്തിക്കടവിൽ വർഷങ്ങൾക്ക് മുൻപ് പാലം നിർമ്മിച്ചു. കാളിക്കടവിലെ പാലം പദ്ധതി നീണ്ടുപോയി. എന്നാൽ പ്രതീക്ഷകൾക്ക് വക നൽകി 2019-20 സംസ്ഥാന ബജറ്റിൽ കാളിക്കടവ് പാലത്തിന്റെ പ്രഖ്യാപനമുണ്ടായെങ്കിലും പിന്നെയും നീണ്ടുപോയി. പെരിന്തൽമണ്ണ മണ്ഡലം നവകേരള സദസ്സിൽ കാളിക്കടവ് പാലം ആക്ഷൻ കമ്മിറ്റി നിവേദനം നൽകിയതോടെ പാലം യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം വീണ്ടും സജീവമായി. പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം, ഷൊർണൂർ MLA P മമ്മിക്കുട്ടി, തദ്ദേശ ജനപ്രതിനിധികൾ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, ഉദ്യോഗസ്ഥർ എന്നിവരുടെ യോഗം വിളിച്ചു ചേർക്കും. മലപ്പുറം ജില്ലയിലെ ആലിപ്പറമ്പിനെയും പാലക്കാട് ജില്ലയിലെ കാറൽമണ്ണയെയും ബന്ധിപ്പിച്ചാണ് പാലം നിർമ്മിക്കുക. പാലം നിർമ്മിക്കുകയാണെങ്കിൽ അപ്രോച്ച് റോഡ് നിർമ്മിക്കാൻ നാട്ടുകാർ സ്ഥലം വിട്ടു നൽകേണ്ടി വരും. 12 കോടി രൂപയാണ് പാലത്തിന്റെ നിർമ്മാണത്തിന് ചെലവ് കണക്കാക്കുന്നത്. നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.